ഹായ് ഫ്രണ്ട്സ്, വിനിയോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയാൻ വരുന്ന വിഷയം ഓസ്ട്രേലിയയിലെ കഴിഞ്ഞ 14 ദിവസമായി എങ്ങനെ ഞങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ കഴിഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ സിഡ്നി എയർപോർട്ടിൽ മോളെ റിസീവ് ചെയ്യാൻ പോകുന്നത്. മോള് വിദേശത്ത് മെഡിസിൻ പഠിക്കുകയാണ്. ഇത് ആണ് ഞങ്ങളുടെ മോള് ഹരിത. അപ്പം നമുക്ക് മോളോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ മുൻകരുതലുകളാണ് ആ യാത്രയിൽ എടുത്തത്, ഇവിടെ എത്തുന്നവരെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകരോടൊന്ന് വിവരിച്ചു കൊടുക്കുക. ഞാൻ MBBS ജോർജിയയിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് വെക്കേഷനാണ് അപ്പം ആ സമയത്ത് കൊറോണ രാജ്യങ്ങളിലേക്ക് എത്തി സ്പ്രെഡ് ആവാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ഇറാനിലൊക്കെ കുട്ടികൾ സ്റ്റക്കായി കിടക്കുവാന്ന്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ കരുതി വീട്ടിലൊക്കെ പോവുക, വെറുതെ അവിടെ പെട്ട് കിടക്കണ്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ സമ്മതിച്ചു, നമ്മൾ വീട്ടിലൊക്കെ പോയി. അപ്പം മിക്ക ഫ്രണ്ട്സും എൻ്റെത് GCC അല്ലെങ്കിൽ നാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായില്ല വരാൻ. പക്ഷെ എനിക്കാണെങ്കിൽ ഇത്രയും ദൂരം ഉണ്ടായി. അപ്പം അച്ഛനമ്മക്കും ടെൻഷൻ ഉണ്ടായി. എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇത്രയും ദൂരം വരുന്നതുകൊണ്ടും അത് ഈ ഒരു കൊറോണ ഉള്ളത് കൊണ്ടും ഇവർക്ക് കുറച്ച് പേടിയുണ്ടായി. അപ്പം അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, കൈ പറ്റുമ്പോഴൊക്കെ വാഷ് ചെയ്യുക, മാസ്ക് എപ്പോഴും ഇടുക, പിന്നെ പറ്റുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാണ്ടിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എത്താൻ പറ്റി. അപ്പം ഞാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു ഇവിടെ ചിലപ്പം 14 ദിവസം സെൽഫ് ഐസൊലേഷൻ എയർപോർട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നു. കാരണം എനിക്കാകെ അത്ര വെക്കേഷനുള്ളൂ. അപ്പോൾ ആ വെക്കേഷൻ മൊത്തം ഐസൊലേഷനിലേക്ക് പോകുന്നുള്ളൊരു പേടി ഉണ്ടായി. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അമ്മ ഹാൻഡ് സാനിറ്റൈസർ തന്നു. പിന്നെ മാസ്ക് നേരെ ബിന്നിലേക്ക് ഇട്ടു. എന്നിട്ട് ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് കൊണ്ട് അമ്മയും അച്ഛനും കൂടെ പെട്ടൊക്കെ ക്ലീനാക്കി. പിന്നെ ഹോട്ടലിലേക്ക് പോയത് ബാക്കി അച്ഛൻ പറയും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വരുന്ന വഴി തന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിരുന്നു. കാരണം നമ്മൾ പോകുന്ന വഴി അധികം ആൾക്കാരായിട്ട് കോണ്ടാക്ട്സ് വേണ്ട എന്നുള്ള ഇതിൽ. അപ്പോൾ റൂമിലെത്തി എല്ലാവരും തന്നെ ഡ്രസ്സൊക്കെ മാറ്റി, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗിലാക്കി വെച്ചു. അപ്പോൾ പിറ്റേന്ന് കാലത്ത് തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരു 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ സമയത്തൊന്നും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും എവിടെയും നിർത്തിയിരുന്നില്ല. അതുപോലെ ഹോട്ടലിൽ ആ സമയത്ത് ചൈന, ഇറാൻ, സൗത്ത് കൊറിയ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ അവരൊരു പ്രത്യേക ഫോം ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ രാജ്യത്തു നിന്ന് ആവാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ പറയാനുള്ളത്, ഞങ്ങളുടെ ഈ സിഡ്നി യാത്ര ഞങ്ങൾ ആരെയും അറിയിച്ചിരുന്നില്ല. പ്രത്യേകിച്ചിട്ടും ഞങ്ങൾ മിക്കവാറും സിഡ്നി ഇപ്പം കാണാറുള്ള അല്ലെങ്കിൽ മിക്കവാറും അവരുടെ അടുത്താണ് താമസിക്കാറുള്ളത്. വിപിൻ, ഷീജ, മകൻ ഡാനിയോ, ഇവരോടൊന്നും തന്നെ ഞങ്ങൾ അറിയിച്ചിരുന്നില്ല ഞങ്ങളിങ്ങനെ വന്നു പോകുന്ന കാര്യം. അപ്പോൾ അവരോട് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അവരോട് സോറി പറയുന്നു. ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി കുളിച്ചു, ക്ലീനായി. അതിനുശേഷം മോക്ക് വേണ്ടി ഞങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു റൂം ഒരുക്കിയിരുന്നു. അവിടെ കമ്പ്യൂട്ടറോ TV അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡ് കൊടുക്കാൻ മാത്രമേ ഞങ്ങൾ പോയിരുന്നുള്ളൂ. ഫുഡ് തന്നെ ഞങ്ങൾ മാസ്കൊക്കെ ധരിച്ചാണ് പോയിരുന്നത്. അതായത് കൂടുതൽ ഇൻട്രാക്ഷൻ വേണ്ടെന്ന് കരുതി. അപ്പോൾ ഒരു 14 ദിവസം നമ്മൾ ഈ ഒരു സെൽഫ് ഐസൊലേഷൻ ഞങ്ങൾ സ്വയം എടുത്തതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വിദേശത്ത് വരുന്നവർ സെൽഫ് ഐസൊലേഷൻ എടുക്കണമെന്ന നിയമം കർശനമാക്കിയത്. അത് എടുക്കാത്തവർക്ക് കനത്ത ശിക്ഷയും ജയിൽവാസവും ഉണ്ട്. അതോരോ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായ പിഴകളാണ്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ അറിയാൻ കഴിയും. ഇത് ഞങ്ങൾ സ്വയം എടുത്ത തീരുമാനമാണ്. എസ്പെഷ്യലി വൈഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ മോളും ഇത് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു, ഞാനിങ്ങനെ സെൽഫ് ഒരു ഐസൊലേഷനിൽ കഴിയാമെന്ന്. ഞങ്ങൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം അവൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവളായിട്ടൊന്ന് ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റാത്തതിലൊരു വളരെ വിഷമമുണ്ട്. എന്നാലും നാടിനും നാട്ടുകാർക്കും എല്ലാം വേണ്ടി ഞങ്ങളെടുത്തൊരു സ്വയം തീരുമാനം, അതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ
പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഇപ്പോൾ ഒരു 2 ആഴ്ച ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വിഷമമായിരിക്കും. ഒരു പ്രശ്നമില്ല. നമ്മൾ അവിടുത്തെ ഇവിടെ വീട്ടിലായാലും നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരായി ബന്ധപ്പെട്ടാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് പേരൻസ് ആരെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ ആരാണ് അതർ അതോറിറ്റി അവരോട് ഇങ്ങനെ പറയണം, ഇന്ന രാജ്യത്ത് നിന്ന് ഒരാളിങ്ങനെ ട്രാവൽ ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി ചെയ്ത് നിങ്ങൾ സ്വയം ഐസൊലേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം അവർ പറഞ്ഞു തരും. പിന്നെ കൂടാതെ മാക്സിമം ഇപ്പം നമുക്കിനി പുറത്തു പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ ബന്ധപ്പെട്ടാൽ ഫുഡ് കാര്യങ്ങളൊക്കെ അവർ വീട്ടിലെത്തിച്ചേരും. ഇനിയിപ്പോൾ പ്രവാസികൾ തന്നെ ഇപ്പം നമ്മളെ നാട്ടിൽ പോകുമ്പോൾ അറിയാൻ പറ്റി, ഇപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് ഇപ്പം എന്തിനാണ് നാട്ടിലേക്ക് വരുന്നത്, അങ്ങനെ കാര്യങ്ങൾ ഒന്നുമില്ല. ഇപ്പം അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ യാത്ര ഇപ്പം മാക്സിമം നമ്മൾ യാത്ര ചെയ്യാണ്ടിരിക്കുക. അപ്പം അത്യാവശ്യം പോകുന്നവരാണെങ്കിലും 2 ആഴ്ച ഇപ്പം നമ്മൾ ഐസൊലേഷൻ കഴിയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ 2 ആഴ്ച നമ്മൾ നിൽക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയും നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർമ്മിക്കുക. എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഐസൊലേഷൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം അവരെല്ലാം ഒരുക്കി തന്നു. ഇവരെനിക്ക് TV, ഫുഡ് ഇതെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറേ ആൾക്കാർ വിചാരിക്കും സെൽഫ് ഐസൊലേഷൻ എന്ന് വെച്ചാൽ വലിയൊരു കടമ്പ പോലത്തെ ഒരു സംഭവം, അത് ചെയ്താൽ പിന്നെ കൊറോണ ഉണ്ട്, അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ അങ്ങനെയല്ല. സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ സിംറ്റംസ് ഈ 14 ദിവസം കഴിഞ്ഞ് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം എനിക്ക് അങ്ങനെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഈ ഇടയാന്ന് വെച്ചാൽ ഇന്നലെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. അപ്പം എക്സ്പീരിയൻസ് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇനി അച്ഛൻ പറയും ബാക്കി ഇവരുടെ എക്സ്പീരിയൻസ്. അതൊരു 16 ദിവസത്തിന് ശേഷമാണ് ഇപ്പം ഇവള് പുറത്തിറങ്ങിയത്. ഞങ്ങളും അധികം പുറത്തൊന്നും അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. മുന്നേ തന്നെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 1 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട മാനസികമായി ഒരു ബോറടി മാറ്റാനും വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതല്ല ഒരാളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ റൂമിലുള്ള എല്ലാ വീട് മൊത്തം ക്ലീനാക്കി, അതുപോലെ മോള് കിടന്ന ബെഡ്ഷീറ്റ് എല്ലാം തുണികളൊക്കെ ആൻറ്റി ബാക്ടീരിയൽ ലോഷൻ ഉപയോഗിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി, അങ്ങനെ എല്ലാം ക്ലീനായതിനു ശേഷമാണ് ഞങ്ങൾ ചെറുതായി പുറത്തിറങ്ങാൻ തുടങ്ങിയത്. ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്കായിരിക്കും യാതൊരു പ്രശ്നവുമില്ല. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഐസൊലേഷൻ്റെ കാര്യം ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നതിനും പ്രശ്നമില്ല. അതിന് ഓസ്ട്രേലിയക്ക് വരികയാണെങ്കിലും പ്രത്യേകിച്ചിട്ടും നമ്മൾ ഇത് ചെയ്തിരിക്കണം, അടുത്തുള്ള അതോറിറ്റീനെ അറിയിക്കുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഈ പീരീഡിൽ കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഈ സമയത്ത് നമുക്ക് ജാതി മത ഭേദമന്യേ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ നോക്കാതെ, പാവപ്പെട്ടവനോ പൈസക്കാരനോ അങ്ങനെ ഒന്നും നോക്കാതെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് പോരാടാം. പ്രത്യേകിച്ചിട്ട് നമ്മൾ തന്നെ കുറച്ച് നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ, അവനവൻ വിചാരിച്ചാൽ, നമ്മളെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒന്നും കൂടി പറയാനുള്ളത്, എല്ലാവരും ഗവൺമെൻറ് പറയുന്നതായിട്ട് സഹകരിക്കുക. കൂടാതെ ഐസൊലേഷൻ കാര്യങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും വന്നാൽ നമ്മൾ ധൈര്യപൂർവ്വം മറച്ചു വെക്കാതെ ഗവൺമെൻറ് പറയുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ച് ഇതുമായിട്ട് സഹകരിക്കുക. വീഡിയോ കൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഞങ്ങളെങ്ങനെ സെൽഫ് ഐസൊലേഷൻ കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയിക്കാൻ, ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബാക്കി രാജ്യങ്ങളുമായി ഈ കൊറോണ വൈറസിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് നമുക്ക് എന്തായാലും ഒന്ന് പ്രകീർത്തിച്ചേ മതിയാവൂ. കാരണം ഈ എസ്പെഷ്യലി കേരള ഗവൺമെൻറ്റിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നമുക്കിതൊരു കുറഞ്ഞ കേസുകളിൽ ഒതുക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, അതുപോലെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ ശൈലജ ടീച്ചർ, അവർക്കൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ബാക്കി ക്ലീനിങ് സ്റ്റാഫ്, അതുപോലെ ബാക്കിയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, എല്ലാവരും ഈ ഒരു മഹാമാരിയെ തുടച്ചു നീക്കാൻ വേണ്ടി എല്ലാവരും അവനവനാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും നമ്മളെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അങ്ങനെ ആർക്കും വലിയ അസുഖങ്ങളൊന്നും വരാതെ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഇതിൻ്റെ തുടർ വീഡിയോകൾ കുറച്ചുകൂടി കൊറോണ വൈറസിനെ കുറിച്ചും ശുചിത്വത്തിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ കൂടി വരുന്നുണ്ട്.
അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് മാക്സിമം ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.